ഹായ്, മനീഷ് ആൻഡ് ആൻസേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി പീരീഡ് അത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് പ്രീനാറ്റൽ സ്ക്രീനിങ്. പ്രീനാറ്റൽ സ്ക്രീനിങ്ങിൽ തന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇന്ന് നമ്മളുടെ കൂടെ ലൈവ് ലാബ്സിലെ മിസ്റ്റർ ദിപിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലൈവ് ലാബ്സ് എറണാകുളം എളമക്കരയിലുള്ള റെഫറൻസ് ലബോറട്ടറിയാണ്. അപ്പോൾ ദിപിൻ, സ്വാഗതം. ദിപിൻ, താങ്ക് യു മനീഷ്. നമ്മൾ ഡബിൾ മാർക്കർ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ദിപിനുമായിട്ട് സംസാരിക്കാം. ദിപിൻ, ആദ്യമായിട്ട് ഈ പ്രീനാറ്റൽ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ്. ശരിക്കും ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ എന്താണത് ശരിക്കും, എങ്ങനെയാണിത് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ? അത് പ്രീനറ്റൽ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 ടെസ്റ്റുകളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ളത്. ഒന്ന് ഡബിൾ മാർക്കർ എന്ന് പറയും, അതേപോലെ തന്നെ പിന്നെ ഒന്ന് ട്രിപ്പിൾ മാർക്കർ എന്ന് പറയും, പിന്നെ ഒന്ന് ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറയും. ഇതിനകത്ത് ഡബിൾ മാർക്കറിന് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് വെച്ചാൽ, ഡബിൾ മാർക്കർ എന്നൊരു ടെസ്റ്റ് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ, അത് പ്രഗ്നൻസിയുടെ 11 ആഴ്ച മുതൽ 13 ആഴ്ച വരെയുള്ള ടൈമിൽ നമുക്ക് അമ്മയുടെ ബ്ലഡിൽ നിന്നും ഇൻവാസീവ് അല്ലാതെ നോൺ ഇൻവാസീവായിട്ട്, മുന്നെയൊക്കെ ഇൻവാസീവായുള്ള ടെക്നോളജികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അമ്മയുടെ ബ്ലഡിൽ നിന്ന് തന്നെ ക്രോമോസോമൽ ഡിഫിക്കൽട്ടീസ്, കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്രോമോസോമൽ ഡിഫിക്കൽട്ടീസ് ഏറ്റവും ആക്യുറസിയോടുകൂടി നമുക്ക് ഡബിൾ മാർക്കർ എന്ന ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലിത് വളരെ സുപരിചിതമായ ടെസ്റ്റാണ്. പല ഹോസ്പിറ്റലിലും ഇതുപോലെ നമ്മുടെ പോലത്തെ റെഫറൻസ് ലബോറട്ടറികളിലും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബ്ലഡ് കൊടുത്ത് അന്ന് തന്നെ റിപ്പോർട്ട് വരുന്ന പോലെ ഒരു ടെസ്റ്റായി മാറിയത്. മുന്നെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 1 മാസം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദി കൺട്രിയൊക്കെയാണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പോപ്പുലറായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ഇയേഴ്സൊക്കെ ആയിട്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 3 രീതിയിലുള്ള കുട്ടികളുടെ വൈകല്യങ്ങൾ, നമുക്ക് ക്രോമോസോമൽ ഡിഫിക്കൽട്ടീസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ട്രൈസോമി 21 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ട്രൈസോമി 18 എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ ശരീര വളർച്ചയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക്, അതായത് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രഗ്നൻസി ടൈമിൽ 11ാമത്തെ ആഴ്ചയിൽ തന്നെ നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതേപോലെ ട്രൈസോമി 13 എന്ന് പറയുന്ന ഒരു സിൻഡ്രോം, ഇത് ഇങ്ങനത്തെ 3 സിൻഡ്രോംസ് നമുക്ക് ഈ പറയുന്ന പീരീഡിൽ അമ്മയുടെ ബ്ലഡിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ ആക്യുറസിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് മറ്റുള്ള മാർക്കറുകളിൽ നിന്നും ഈ ഒരു ടെസ്റ്റിനെ വേറിട്ട് നിർത്തുന്നത്. ഇതിനകത്ത് ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, ഒരു സ്കാനിങ് റിപ്പോർട്ട്, അത് NT സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ട് കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ടെസ്റ്റിൻ്റെ പൂർണ്ണത വരുന്നത്. അതായത് സ്കാനിങ് റിപ്പോർട്ടും അതുപോലെ ബ്ലഡ് റിപ്പോർട്ടും ചേർത്താൽ ഇതിൻ്റെ സ്പെസിഫിസിറ്റി, അതായത് ആക്യുറസി എന്ന് പറയുന്നത് ഏകദേശം 96% വരെയാണ്. 96% വരെ ആക്യുറസിയിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് NIPT എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അത് ടെസ്റ്റ് കോസ്റ്റൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ആക്യുറസി ഏകദേശം 99% ആണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, പക്ഷേ സ്റ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഡബിൾ മാർക്കർ എന്ന് പറയുമ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ടെസ്റ്റാണ്, അത്ര വലിയ കോസ്റ്റ്ലി അല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ്. ഏകദേശം 96% ആക്യുറസി ഉള്ള ടെസ്റ്റാണ്. അതാണ് ഡബിൾ മാർക്കറിനെ മറ്റുള്ള മാർക്കറിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ മാർക്കർ അല്ലെങ്കിൽ ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ അത് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് ഏകദേശം കുട്ടിയുടെ വളർച്ച നെക്സ്റ്റ് ലെവലിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഡബിൾ മാർക്കർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ബേസിക് സ്റ്റേജ്, നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സാറിന് ഒരു ബ്ലഡ് ടെസ്റ്റ് പോലെ തന്നെയല്ലേ ഇതിനെ കണ്ടത്, പ്ലസ് റേഡിയോളജി. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു റേഡിയോളജി കേസ്, അതുകൂടാണ്ട് ബ്ലഡ് ടെസ്റ്റും. ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം അമ്മയുടെ ഭാഗത്തുനിന്ന് 11ാമത്തെ വീക്കിലാണല്ലേ, 11ാമത്തെ വീക്കിന് ശേഷം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന് ആവശ്യപ്പെട്ട്? ഇതിൽ പൊതുവേ ഒരു മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെപ്പോഴും മരുന്ന് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും, ഈ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്ത് വിടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നെക്സ്റ്റ് വീക്ക് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് തള്ളി നീക്കുന്ന ഒരു രീതി ഈ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 13ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാനേ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് 11ാമത്തെ ആഴ്ച മുതൽ 13ാമത്തെ ആഴ്ച വരെ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റുകൾ, അതായത് ഫ്രീ ബീറ്റ ICG എന്ന് പറയുന്നൊരു ഹോർമോൺ,
അതേപോലെ തന്നെ പാപ്പ് എ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എലിവേറ്റ് ആവും. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് പറയുന്നത്. 13ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ ഇത് അടുത്ത ലെവലിലോട്ട് പോകും, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് പോകും. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനേ സാധിക്കില്ല എന്നുള്ളതാണ്. ഈവൻ ഒരു ദിവസം പോലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പ്രത്യേകിച്ച് വേറെ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, സ്കാൻ ചെയ്യുന്ന അതേ ദിവസം തന്നെ ബ്ലഡും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന ഒരു ദിവസം ബ്ലഡ് കൊടുക്കുന്ന വേറെ ദിവസമാണെങ്കിൽ ഇതിനകത്തുള്ള ഇൻ്റർപ്രിട്ടേഷൻസിന് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ ദിബിൻ, അതിൻ്റെ അകത്ത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു കാരണവശാൽ അതൊരു പോസിറ്റീവ് റിസൾട്ട് വന്നു എന്ന് വിചാരിച്ചോ, എന്താണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് പ്രൊസീജിയർ? ഇത് ശരിക്കും അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ് പോലെ തന്നെയാണോ ഇത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു? മനീഷ്, ഇത് ഒരിക്കലും ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് 96% ഇതിൻ്റെ സ്പെസിഫിസിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു 4% ഓൾവേസ് നമ്മുടെ ഒരു 4 to 5% ഔട്ട് ഓഫ് അവർ ഹാൻഡാണ്. സോ നമ്മൾ ഇത് ബ്ലഡിൽ നിന്നും സ്ക്രീൻ ചെയ്യുന്ന സ്ക്രീനിങ് മാർക്കറാണ്. അപ്പോൾ ഇൻ കേസ് ഇത് നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇത് പോസിറ്റീവ് വന്നാൽ 100% പോസിറ്റീവ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ 100% കൺഫർമേറ്ററി എന്ന് പറയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ക്രോമസോം കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്ന ഇൻവാസീവ് മെത്തേഡ് തന്നെയാണ്. അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് പോലെ സ്കാനിങ് കോഡ് കൂടി നമ്മുടെ അമിനോ ഫ്ലൂയിഡ് എടുത്ത് നമ്മൾ കാരിയോടൈപ്പിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് 100% സ്പെസിഫിസിറ്റി ഉള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇൻ കേസ് ഇതിനകത്തൊരു പോസിറ്റീവായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കാരിയോടൈപ്പിംഗ് ചെയ്യുക, ഇല്ലെങ്കിൽ NIPT എന്നുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 99% സ്പെസിഫിസിറ്റി ഉള്ളതാണ് അതിൽ. സോ അതുകൊണ്ട് നമുക്ക് ഈ 2 ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്നുകൂടി ചെയ്ത് നമ്മളത് തീർച്ചപ്പെടുത്തേണ്ടതാണ്. ഇത് ശരിക്കും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ്, എനിക്ക് തോന്നിയത് നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ബോധ്യപ്പെടുത്തലിൻ്റെ ആവശ്യം ചില മേഖലകളിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അത് എത്രത്തോളം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഈ ഏരിയയിൽ നടക്കുന്നുണ്ടോ? ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ആരോഗ്യ മാസികകളിൽ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചാലും ഒരു പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ എന്താ പറയുക കണ്ടൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഈ ടെസ്റ്റുകളെ പറ്റി സൂചിപ്പിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് കൂടുതലും ജനങ്ങളിലേക്ക് എത്തിയത്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ, ഇതെല്ലാം ഇപ്പോൾ എല്ലാവരും നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കുറച്ചൊക്കെ എല്ലാവരും തന്നെ അപ്ഡേറ്റഡ് ആണ്. പക്ഷേ കുറച്ചുകൂടി കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും കുറച്ച് പ്രൈസ് കൂടിയ ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ മൈൻഡിൽ. പക്ഷേ ഇതിനെപ്പറ്റി വ്യക്തമായി അറിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കിത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ 1-2 പേഴ്സണലായിട്ടുള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, പല ഹോസ്പിറ്റൽസിലും ഇപ്പോൾ പേഷ്യൻ്റ് തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതായിട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയാറുണ്ട് ഈ ടെസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അവർ തന്നെ അത് എന്താ പറയുക, നല്ലൊരു ചേഞ്ചാണ്. മുന്നേ ഇത് ഏകദേശം 1980കളിൽ വന്ന ടെസ്റ്റാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് വളരെ പോപ്പുലറായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവയർനെസ് ഒരു പരിധിവരെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചുകൂടി ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ടതുമുണ്ട്. താങ്ക് യു ദിബിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഇതിൻ്റെ പ്രീനാറ്റൽ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഡബിൾ മാർക്കർ ടെസ്റ്റാണ്. ഇത് കൃത്യമായിട്ട് ഒരു 11 വീക്ക് മുതൽ 13 വീക്ക് വരെയുള്ള സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, പക്ഷേ എങ്കിൽ കൂടി ഒരു 96% ആക്യുറസിയുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രീനാറ്റിൽ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നമുക്ക് ദിബിൻ്റെ കൂടെ തന്നെ ഇരിക്കാം. അതുവരേക്ക് താങ്ക് യു. യാത്ര നമുക്ക് ഒന്നുകൂടി തുടരാം.